നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു, അല്ലെങ്കിൽ അത് കുറച്ച് ഡേറ്റ് മാറ്റി എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിലാണ്, കാന്തപുരം ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു ഇതിൻ്റെ ഡേറ്റ് മാറ്റാനെങ്കിലും കഴിഞ്ഞത്. പക്ഷേ എന്നാലും ആശങ്കകൾ ഒഴിയുന്നില്ല. ഇവരുമായൊക്കെ ചർച്ച നടത്തുമ്പോൾ കുടുംബം ഒട്ടും അതിന് തയ്യാറല്ല. നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഭാവി ഏത് തരത്തിലായിരിക്കും? കേസിൻ്റെ ദുരൂഹതയും ആശങ്കയും നിറഞ്ഞതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. കാരണം ലേറ്റസ്റ്റ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലിരുന്ന് കണ്ട ഒരു വാർത്ത, ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് കണ്ടത്, ഈ മാറ്റിവെച്ചത് ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണെന്നാണ്. അതായത് അവിടെ ഹൂത്തികളാണ് ഭരിക്കുന്നത്. അതെ, അവർക്ക് ഈ ലോകമാധ്യമങ്ങളിൽ ഇത് കുറച്ച് ദിവസമായിട്ട് വലിയ കോലാഹലം നടക്കുകയാണ്. മാത്രമല്ല മലയാളികളായ ആളുകൾ ഇത് വലിയ തോതിൽ അവിടുത്തെ മാധ്യമങ്ങളിൽ എത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൂത്തികളും ജയിലധികൃതരും, പ്രത്യേകിച്ച് ഈ ഹൂത്തികളുടെ ഒരു സന ഭരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്, അവർക്കൊക്കെ വലിയ ആശങ്കയുണ്ടായി. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ജൂലൈ 16 വധശിക്ഷ നടത്തും എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ ദിവസം അവിടെ ആളുകൾ തടിച്ചുകൂടാനോ ജയില് തന്നെ ഒരു പക്ഷേ പ്രതിഷേധം എന്ന നിലയിൽ വളയാനോ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നും വേണ്ട. അപ്പോൾ സനയിൽ വലിയൊരു ആൾക്കൂട്ടം ഈ ഇളകി വശായി വന്നാൽ അത് നേരിടാൻ പോലുമോ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജിക്കലി വളരെ തന്ത്രപൂർവ്വം അവരെടുത്തൊരു നിലപാടാണ് തൽക്കാലം ഈ 16 നടപ്പാക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നമ്മളെ ഇതിലിടപെട്ട പലരും ധരിപ്പിച്ചത്, വധശിക്ഷ തന്നെ പുനരാലോചിക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. ഈ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി സ്ട്രാറ്റജിക്കൽ നടത്തിയൊരു മൂവ് ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ആരോടും പറയാതെ ഒരു ഡേറ്റ് പോലും പ്രഖ്യാപിക്കാതെ വധശിക്ഷ നടപ്പാക്കാൻ പോലും സാധ്യതയുണ്ട്. പിന്നീട് അതാ വധശിക്ഷ അറബ് രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും, അറബ് രാജ്യങ്ങളിൽ മാത്രമല്ല അറിയുന്നത്, അറബ് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അതുപോലെ നടക്കുന്നത്, പലപ്പോഴും അങ്ങനെ നടക്കുക, കൊന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മൂവാണോ എന്ന് പോലും സംശയിക്കണം. ഇങ്ങനൊരു മൂവ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം ആദ്യമായി കാന്തപുരത്തിന് കിട്ടുകയാണ്. കാന്തപുരം തീർച്ചയായിട്ടും ഈ കാലം വരെ ഈ കേസിൽ ഇടപെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബം സമീപിച്ചിരുന്നത് പാണക്കാട് തങ്ങളെയാണ്. പാണക്കാട് തങ്ങളെ 2022 എങ്ങാണ്ട് സമീപിച്ചൊരു വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാന്തപുരം ഇതുപോലെ ഒരു മൂവ്മെന്റ് നടത്തിയതായിട്ടും അറിയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം 2 ദിവസം മുമ്പ് ഇടപെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം തന്നെയാണ് പിന്നീട് ഇത് ഈ വധശിക്ഷ 16 നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരം അദ്ദേഹത്തിന് അവിടുന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അത് അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ്. അപ്പൊ ഇത് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ദിയാധനം സംബന്ധമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്നോ, അതുമല്ലെങ്കിൽ ഈ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്നോ ഒക്കെയാണല്ലോ. അപ്പോൾ അതിനിടയിൽ പുറത്തു വന്നൊരു വിവരം, ഏറ്റവും ഹീനമായൊരു കാര്യം, ഇവിടുത്തെ പല സാമൂഹ്യ പ്രവർത്തകരും പല ആക്ടിവിസ്റ്റുകളും ഒക്കെ ആ കുടുംബത്തിന് നേരെ മെയിൽ അയച്ച് വലിയ തോതിൽ ഇമെയിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രകോപിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ തലാലിന്റെ ബ്രദർ, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ, ഒരു കാരണവശാലും ഞങ്ങൾ മാപ്പ് കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ബ്ലഡ് മണി എന്നാണല്ലോ ഇതിന് പറയുക. മണി കൊടുത്താൽ ബ്ലഡ് കിട്ടുമോ എന്ന് വെച്ചാൽ എൻ്റെ രക്തത്തിൽ പിറന്ന സഹോദരനെ പണം കൊടുത്താൽ കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ ആ സാഹചര്യത്തിൽ ദിയാധനം പോലും സ്വീകാര്യമല്ല എന്ന കുടുംബം പ്രഖ്യാപിക്കുന്ന സമയത്ത് പിന്നെ എന്തിനു വധശിക്ഷ മാറ്റിവെക്കണം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റീസണബിൾ അല്ല, വിശ്വസിക്കാൻ തോന്നുന്ന ലോജിക്ക് ഇല്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, നമുക്ക് ഒരുപാട് പേരോട് തീർച്ചയായിട്ടും നന്ദിയോടെ ഓർത്തേ പറ്റുള്ളൂ. അത് ഈ കാര്യത്തിൽ ആദ്യം തൊട്ടേ ഇടപെട്ട ഉമ്മൻചാണ്ടി. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്ന നിരന്തരമായ ശ്രമമുണ്ട്. നമ്മുടെ ഗവർണർ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അവരെ കൊണ്ടാവുന്ന വിധമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ കാന്തപുരം ഇടപെട്ടുവെങ്കിൽ കാന്തപുരത്തിനോട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ വിയോജിക്കുന്നവരുണ്ടാവും.
പക്ഷെ ആ വിയോജിപ്പൊന്നും ഇതിൽ വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല. ഇതൊരു മനുഷ്യത്വപരമായ നിലപാടാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്, തന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ അദ്ദേഹം ശ്രമം നടത്തി. അദ്ദേഹത്തെ കൊണ്ടൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അവിടെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നില്ല. അവിടെ ഭരിക്കുന്നത് ആ രാജ്യം, ഇപ്പോ യമൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് സന. ഈ സന എന്ന് പറയുന്ന പ്രദേശത്തെ ഈ ഹൂത്തി തീവ്രവാദികൾ കൈയടക്കിയിരിക്കുകയാണ്. അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ മുഴുവൻ ഭരണകൂട സംവിധാനങ്ങളും പറിച്ചു നട്ടിരിക്കുകയാണ്. അവരുടെ ഒരു തീരദേശ സിറ്റി ആയിട്ടുള്ള ഏഡനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏഡനിലാണ് ഇപ്പോൾ യമൻ ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ സനയിലെ ജയില് ഇപ്പൊ അവരുടെ കയ്യിലല്ല, ഹൂത്തികളുടെ കയ്യിലാണ്. അപ്പൊ ഹൂത്തി ഭരണകൂടത്തോട് ആരാണ് ഇടപെടാൻ പറ്റുക? ആർക്കെങ്കിലും പറ്റുമെങ്കിൽ യമനിലെ പണ്ഡിതന്മാർക്കാണ് പറ്റുക. ഈ ഹൂത്തികള് ഷിയാക്കളാണ്. ഷിയാക്കൾ കുറെ കൂടി സൂഫികളുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ യമനിലെ സൂഫി ലീഡർഷിപ്പുമായിട്ടാണ് കാന്തപുരത്തിന് ബന്ധമുള്ളത്. അപ്പൊ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് പറ്റേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട വാർത്തയിൽ ഒരു വിശദാംശങ്ങളും ഇല്ലാത്തതുകൊണ്ട്, ഇന്ന കാരണത്താൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തൽക്കാലം 16-ാം തീയതി നടത്തുന്നില്ല എന്ന യമനിൽ പുറത്തു വന്നൊരു വിവരം കാന്തപുരത്തെ അറിയിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അത് ആത്യന്തികമായി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനാണോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. പിന്നെ ഇതിലേറ്റവും എല്ലാവരോടും നന്ദി പറയാവുന്ന, പ്രത്യേകിച്ച് ആ ആക്ഷൻ കൗൺസിലുണ്ട്, എത്ര കാലമായി, ജെറോം ഭാസ്കരൻ അല്ലെ, അപ്പൊ സാമുവൽ ജെറോം ഭാസ്കരൻ, ഒരു വർഷത്തോളമായിട്ട് അവിടെ അതിന്റെ പിന്നാലെ ഉണ്ട്. ഒരു വർഷവും അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പൊ അദ്ദേഹം യമനില് എത്രയോ 99 മുതൽ യമനിലുള്ള ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത്, അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ കാന്തപുരത്തിന്റെ ഇടപെടൽ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലും ഫലിച്ചിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇടപെടലും ഗുണം ചെയ്തിരിക്കാം. എന്തായാലും തൽക്കാലം ഇപ്പൊ നമുക്ക് വിശ്വസിക്കാവുന്നത് അതുപോലും ശരിയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല എന്ന പത്രവാർത്തകൾ ഇന്നലെ ആയിരുന്നല്ലോ ഡേറ്റ്. അപ്പോൾ നടപ്പായിട്ടില്ല എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. കാരണം അത് യമനാണ്, പ്രത്യേകിച്ച് യമനിൽ തന്നെ ഹൂത്തി തീവ്രവാദികളാണ്. ഇവരൊക്കെ എത്രത്തോളം പറയുന്നത് വിശ്വസിക്കാമെന്നും ഈ നടപ്പാക്കിയതാണോ പറയുന്നതെന്നും നമുക്ക് പറയാൻ വയ്യ. പുറത്തു വന്ന വിവരങ്ങളാണ് ഇപ്പോൾ പലരുമായിട്ട് ക്ലെയിം ചെയ്യുന്നത്. ഏതായാലും അമ്മ അവിടെ തുടരുകയാണല്ലോ. അമ്മ ഈ പറഞ്ഞതുപോലെ അദ്ദേഹവും അവിടെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രേമകുമാരി എന്നല്ലേ അവര് സമ്മതിക്കണം കേട്ടോ. അമ്മ മാത്രമേ ഉള്ളൂ അവർക്ക്. സത്യത്തില് 2024 തൊട്ട് ഈ ജെറോമിന്റെ അല്ലെ, സാമുവൽ ജെറോമിന്റെ വീട്ടിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവരെ കഴിഞ്ഞ ആഴ്ച പോലും പോയി കണ്ടു എന്ന് പറയുന്നത്. അമ്മയ്ക്ക് മോളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും പറ്റുന്നു വേണം. അത് അവർക്കും ഒരു ആശ്വാസമാവുന്നുണ്ട്. കാരണം മരണം കാത്ത് കഴിയുന്ന ഒരാളല്ലേ. അപ്പൊ അത് അത്രയെങ്കിലും നന്നായി എന്ന് പറയാം. ഇതില് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ നമുക്ക് മാത്രമല്ല, സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ പോയിട്ടുണ്ട്, അവർ പരാതിയായിട്ട് പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ സ്വമേധയാ വാദിക്കുന്നുണ്ട്, ഫീസ് സൗജന്യമായി വാദിക്കുന്ന വക്കീലന്മാരുണ്ട്. അപ്പൊ ഒരുപാട് മനുഷ്യരുടെ നന്മ. അതിനിടയിൽ ഈ എന്താണ് ബോച്ചെ വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ബോച്ചയ്ക്ക് ജീവിതം മുഴുവൻ കച്ചവടമാണ്. എങ്കിൽ പോലും ഈ കച്ചവടത്തിൽ ഒരു കുട്ടി രക്ഷപ്പെട്ട് കിട്ടിയാൽ അതിലൊരു പങ്ക് അദ്ദേഹം വഹിക്കട്ടെ, അങ്ങനെ കണ്ടാൽ മതി. കാരണം ആ കോഴിക്കോട്ടെ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാള് ഇതുപോലെ സൗദി ജയിലിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ബോച്ചയാവുന്നൊക്കെ ചെയ്തിരുന്നു. പക്ഷെ കാശ് സംഭരിക്കുന്നതിലായിരുന്നു പങ്ക്. കാശ് പക്ഷേ അന്ന് 43 കോടിയോ മറ്റോ വേണ്ടതിന് ഒരുപാട് പൈസ അധികം കിട്ടി. ആ കാശ് ഇപ്പോൾ വേണമെങ്കിൽ നിമിഷപ്രിയയുടെ കാശ് കൊടുക്കാൻ പോലും കാശ് ഉണ്ടത്രേ. അപ്പോ ബോച്ചയുടെ ഇടപെടലിന് എന്തെങ്കിലും ഗുണമുണ്ടായെങ്കിൽ ഉണ്ടാവട്ടെ. കച്ചവടക്കാരാവട്ടെ, മതപണ്ഡിതന്മാരാവട്ടെ, ഭരണകൂടമാവട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നടക്കുന്ന ഒരു മോശം കാര്യം കൂടി ഉണ്ട്. അതൊരു വാക്കിലിപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നിമിഷപ്രിയയെ കൊല്ലേണ്ടത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന വളരെ ഹീനമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് മനുഷ്യപ്പറ്റിന്റെ അംശം പോലും ഉള്ളിലില്ലാത്ത മനുഷ്യരാണ്. അവരെ വേറെ വിചാരണ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് മറ്റൊരിക്കലാവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.